നമുക്കിന്ന് ഇതുവരെയും ആരും ട്രൈ ചെയ്തിട്ടില്ലാത്തൊരു റെസിപ്പി നോക്കാം. പഴംപൊരി. ഇവിടെയൊക്കെ വാഴയ്ക്കാപ്പം ഏത്തയ്ക്കാപ്പം എന്നൊക്കെ പറയാറുണ്ട്. എല്ലാവർക്കും അറിയാവുന്ന പോരാത്തന്നെ യൂട്യൂബിൽ തന്നെ ഇഷ്ടം പോലെ റെസിപ്പീസ് കിടപ്പുണ്ട്. ഇനി ഇൻഗ്രീഡിയൻസിന്റെ അളവ് പറഞ്ഞ് ഞാനായിട്ട് വെറുപ്പിക്കുന്നില്ല. എല്ലാവരും എടുക്കുന്ന പോലെ മൈദയും അരിപ്പൊടിയും മഞ്ഞപ്പൊടിയും ഉപ്പും പഞ്ചസാരയും സോഡാപ്പൊടിയും ഒക്കെ തന്നെ ഞാൻ എടുത്ത് ഇപ്പൊ തന്നെ വെറുപ്പീരായി കാണില്ല. കേട്ട് മടുത്ത കാര്യമാണ്. പിന്നെ മറ്റുള്ള വീഡിയോകളിൽ നിന്നും ഇത് എന്തുകൊണ്ട് വ്യത്യസ്തമാകുമെന്ന് ചോദിച്ചാൽ ഞാൻ കുറച്ച് ചെറിയ ജീരകം ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട്. പിന്നെ ആസ് യൂഷ്വൽ എല്ലാ വീഡിയോസിലെയും പോലെ ഇതും അവസാനം ഫ്ലോപ്പ് ആണ്. ബാറ്റർ ഒന്ന് ജാറിലിട്ട് ബ്ലെൻഡ് ചെയ്യാന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ സോഫ്റ്റ് ആകും. ഞാൻ ആദ്യം ബ്ലെൻഡ് ചെയ്തെടുത്ത ബാറ്റർ കുറച്ച് ലൂസ് ആയതുകൊണ്ട് തന്നെ കുറച്ചുകൂടെ അരിപ്പൊടിയും മൈദയും ചേർത്ത് ഒന്നുകൂടെ ബ്ലെൻഡ് ചെയ്തായിരുന്നു. എന്നിട്ട് അത് തന്നെ അവസ്ഥ വീണ്ടും ലൂസാണ്. നിങ്ങളിപ്പം കേട്ടത് ബാറ്ററിന്റെ കൺസിസ്റ്റൻസി ഒന്ന് കാണിക്കാന്ന് പറഞ്ഞ് ക്യാമറ എടുത്തിട്ട് പാത്രം കൊണ്ടുവന്ന പാത്രത്തിൽ നിന്ന് വെള്ളം ഇറ്റ് എണ്ണയ്ക്കകത്തോട്ട് വീണ് എന്തോ കെട്ടിപ്പിടിച്ച് കിടക്കുന്നത് അങ്ങോട്ട് മാറി കിടക്കടാ. ഇപ്പൊ കാണുന്ന കറുത്ത സാധനം എണ്ണ ചൂടായെന്നറിയാൻ വേണ്ടി ഞാൻ ആദ്യം കുറച്ച് മാവ് ഒഴിച്ച് നോക്കിയായിരുന്നു. അത് കഴിഞ്ഞു പോയതാ. ഇത് ശരിയാവത്തില്ല. മറ്റേ ചട്ടി എടുക്കാൻ മുമ്പ് അപ്പോഴേ പറഞ്ഞ് അതിന് ലുക്ക് പോരെന്നും പറഞ്ഞ് ഞാൻ ഇത് എടുത്തിയ അവസാനം ചട്ടിയും മാറ്റി ഉപകരണങ്ങളും മാറ്റി. ഇപ്പൊ പിന്നെ കുഴപ്പമില്ല അല്ലേ. എന്തൊക്കെയായിരുന്നു ക്രിസ്പാക്കാൻ അരിപ്പൊടി ഇടുന്നു, ഫ്ലേവറിന് ജീരകം ഇടുന്നു. എനിക്കറിയുന്നത് ഇങ്ങനെ വരുത്തോളന്ന്. ഇവർക്ക് ലുക്കില്ലെന്നേ ഉള്ളൂ, പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഈ ചെറുത് രണ്ടെണ്ണം മെമുനും എടുത്ത് വെറ്റിക്കാം. ഞാൻ വേറൊരു ഐറ്റം കാണിച്ചു തരാം. ദാ കണ്ടോടാ ചേരപ്പടം പോലെ കിടക്കുന്നത്. ഇനിയിപ്പോൾ ഇത്രയും പാത്രം കഴിയണമല്ലോ പടച്ചോനെ.